എൻ്റെ പേര് റിൻസി കുര്യാക്കോസ്. ഞാൻ ഒരു എയ്ഡഡ് സ്കൂളിൽ ഹൈസ്കൂൾ ടീച്ചറായിട്ട് ഇപ്പോൾ വർക്ക് ചെയ്യുവാണ്. 10 വർഷമായി. സ്കൂളിൽ കയറിയിട്ട് 10 വർഷമായി. ഹൈസ്കൂളിലേക്ക് കയറിയിട്ട് 3 വർഷം. UP-യിലായിരുന്നു 7 വർഷം. ഞാൻ അവിടെ ഫിസിക്സ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എൻ്റെ മെയിൻ കെമിസ്ട്രിയാണ്. കുറേ വർഷം ഞാൻ ഡിഗ്രി കെമിസ്ട്രി ആയിരുന്നു. ഇനി കമ്പ്യൂട്ടർ ഫീൽഡിലായിരുന്നു കുറച്ച് നാള്. അതിനുശേഷമാണ് കമ്പ്യൂട്ടർ ഫീൽഡ് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സമയത്തായിരുന്നു മാര്യേജ്. അത് കഴിഞ്ഞ് ആ വർഷം തന്നെ BEd എടുത്തു. BEd എടുത്ത് ഉടനെ തന്നെ ഇവിടെ ഒരു സ്കൂളിൽ, ഒരു ICC സ്കൂളിൽ കയറി. അതിനുശേഷം പിന്നെ പ്രഗ്നന്റ് ആയപ്പോൾ 2 പിള്ളേരായിരുന്നതുകൊണ്ട് 1 വർഷത്തേനായിട്ട് ഞാൻ ലീവ് എടുത്തു. പിന്നെ 2 പിള്ളേരെ നോക്കാനൊക്കെ ഉള്ള ബുദ്ധിമുട്ട് കൊണ്ട് പിന്നെ കുറച്ച് നാളത്തേനൊരു ഗ്യാപ്പ് ഉണ്ടായി. അത് കഴിഞ്ഞ് പിന്നെ വേറൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ ടെസ്റ്റ് എഴുതി CMA കോർപ്പറേറ്റിന്റെ സ്കൂളാണ്, അവിടെ കയറുമായിരുന്നു. പുതിയതായിട്ടൊക്കെ പഠിക്കേണ്ടതായിട്ട് വരുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല. പിന്നെ സമയമില്ലാത്തതാണ് ഒരു പ്രശ്നം. പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു നേരത്തെ. കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് മാറി അങ്ങനെ പോയി. അത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ അതിന്റെ ചേച്ചി MSc ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ചേച്ചിക്ക് ഒരു ടൈം ടേബിളിൽ ഒരു പ്രോബ്ലം വന്നു. അതായത് നേരത്തെ ഉച്ച കഴിഞ്ഞായിരുന്നു പരീക്ഷ. അത് രാവിലത്തേന് ആക്കിയായിരുന്നു. പരീക്ഷയുടെ ടൈം ടേബിൾ മാറിയത് അറിഞ്ഞില്ല. ആ സമയത്ത് ഫോണും അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങൾ കുറവായത് അറിയാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഒന്നിച്ച് പ്രാക്ടിക്കലും അതുപോലെ തിയറിയും ഒന്നിച്ച് എഴുതണമായിരുന്നു. അത് പക്ഷേ കോളേജുകാർക്കും അറിയത്തില്ലായിരുന്നു. എന്താണേലും അത് എഴുതിയത് എന്തോ തടഞ്ഞു വെച്ചു. അതോടെ ഭയങ്കരമായിട്ട് അങ്ങ് വിഷമമായി പോയി. പക്ഷെ അതിന്റെ പുറകെയൊക്കെ ഇത് നടന്നിരുന്നെങ്കിൽ റിസൾട്ട് കിട്ടിയതിനെ എന്താണേലും അറിയാൻ പറ്റുമായിരുന്നു. അതാണ് ചേച്ചിക്ക് അത് വിഷമമായി. അതുകൊണ്ട് എനിക്കും അത്, ഞാൻ ഡിഗ്രി പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, അതുകൊണ്ട് എനിക്കും ഒരു കെമിസ്ട്രിയോട് എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നി കെമിസ്ട്രി പഠിക്കാൻ. പിന്നെ അതുകൊണ്ട് ആ ഒരു ഫീൽഡിലേക്ക് പോകാൻ എനിക്കൊരു താല്പര്യം വന്നില്ല. അതുകൊണ്ടാണ് പിന്നെ ഞാൻ കമ്പ്യൂട്ടർ ഫീൽഡിലേക്ക് പോയി. അതിന്റെ പുറകെ ഞാനും ആ കോഴ്സ് A-level ഒരു ഡിഗ്രി ബേസ് വേണ്ട ഒരു കോഴ്സായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് ഒരു കോഴ്സായിരുന്നു, 1.5 വർഷത്തെ. ആ ഫീൽഡിലേക്ക് പോയി. അത് പഠിച്ച് പിന്നെ ജോലി ആ ഫീൽഡിൽ കയറി. അങ്ങനെ ഇരിക്കുമ്പോഴായിരുന്നു പിന്നെ മാര്യേജ്. പിന്നെയാണ് BEd എടുത്ത് വീണ്ടും ഇങ്ങനെ വന്നത്. പിന്നെ പഠിപ്പിക്കാൻ കയറിയപ്പോഴത്തേനും കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ ആയിട്ട് അങ്ങനെ പഠിപ്പിക്കുന്നു. പിന്നെ ഇനിയിപ്പോ ലയനമൊക്കെ വന്നു കഴിയുമ്പോഴത്തേനും PGക്കൊക്കെ ആവശ്യമുള്ളത് കൊണ്ട് അങ്ങനെ 2-3 കൂട്ടുകാർ കൂടി PG ചെയ്യാമെന്ന് വെച്ചതാണ്. കെമിസ്ട്രി പണ്ട് തൊട്ടേ സ്കൂളിൽ പഠിപ്പിച്ചതിന്റെ ആയിരിക്കാം. എനിക്കൊന്ന് സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ എല്ലാം ഫുൾ മാർക്കും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. മാത്സും കെമിസ്ട്രി ആയിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട. ടീച്ചേഴ്സിന്റെ എന്താ അങ്ങനെയാണോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് ആ ഒരു കെമിസ്ട്രിയുടെ ഇഷ്ടം അങ്ങനെ നിന്നു. പിന്നെ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ അന്നേരം കെമിസ്ട്രി ഒക്കെ ഇഷ്ടമായതുകൊണ്ട് അങ്ങനെ ഡിഗ്രി കെമിസ്ട്രി എടുത്തു. കെമിസ്ട്രി ഇഷ്ടമാണ്. ഇപ്പം ജോലി ആയതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ചാൻസ് അല്ലേ ഉള്ളൂ. ഇനിയിപ്പം PG ഒക്കെ ആവശ്യം വരികയും ചെയ്യും. അതുകൊണ്ടാണ് ഡിസ്റ്റന്റ് ആയിട്ട് തന്നെ എടുത്തേക്കാന്ന് വെച്ചതല്ല. നമുക്ക് ലീവ് എടുത്തൊക്കെ എങ്ങനെ പോകാൻ ബുദ്ധിമുട്ടാണല്ലോ. ഈ ഫീൽഡിൽ തന്നെ ഇപ്പൊ ജോലി നിലവിലുള്ളത് കൊണ്ട് അത് കഴിഞ്ഞ് ഒന്നിനെ കുറിച്ച് നമുക്ക് ഇവിടെ തന്നെ അങ്ങനെയുള്ള ഇതേ ഉള്ളൂ. അല്ലാതെ ഇതിന്റെ ബാക്കിയായിട്ട് ഇനി PG എടുത്തു കഴിഞ്ഞെങ്കിൽ സെറ്റും കൂടെ എഴുതണമെന്നുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ പോകണമെന്നുണ്ട്. തീർച്ചയായിട്ടും ലേൺവൈസിന്റെ ഭാഗത്ത് നല്ല ഹെൽപ്പാണ്. ഇനി മുന്നോട്ടും ഈ ഹെൽപ്പൊക്കെ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എക്സാമിന്റെ സമയത്തും അതുപോലെ അസൈൻമെന്റ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമുക്ക് ഐഡിയ ഇല്ലല്ലോ എന്താ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെയുള്ള സമയത്തും വീണ്ടും ഹെൽപ്പ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ക്ലാസ്സുകളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയതേ ഉള്ളൂ. നല്ല ക്ലാസ്സുകളൊക്കെയാണ്. പഠിക്കാനായിട്ട് അതിനുവേണ്ടി ഒത്തിരി സമയം എടുത്തില്ലെന്നേ ഉള്ളൂ. അതിന് സമയം കിട്ടാത്തത് കൊണ്ട് ക്ലാസ്സുകളെല്ലാം നല്ലതാണ്. പറയുന്ന രീതികളും എല്ലാം നല്ലതാണ്.